മന്ത്രി ഇപ്പോൾ വേദി പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. മെസ്സി വരുന്നതിൽ തീരുമാനമായി, മാർച്ച് വിൻഡോയിൽ വരുമെന്നുള്ളത്. എന്താണ് അത് സംബന്ധിച്ചത്? തീർച്ചയായും നമുക്ക് കഴിഞ്ഞ ദിവസം 3 ദിവസം വന്നൊരു മെയിലിലാണ് അത് അറിയിച്ചിട്ടുള്ളത്. എനിക്ക് അതുമായി കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് അവരോടുമായി. അവരിങ്ങനെ തോന്നുന്ന സമയത്ത് ഇത് മാറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കും. നമുക്ക് നിങ്ങൾ ഇതിൽ കാണേണ്ടത്, ഞാൻ മറ്റൊന്നും ആയിട്ടല്ല, നമ്മൾ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമമാണ് ഇതിനകത്ത്. വലിയൊരു ശ്രമം ഇതിൽ നടന്നിട്ടുണ്ട്. അത് നിങ്ങൾ ആദ്യം കാണുക. കേരളത്തിൽ ഇത്തരത്തിൽ കളി വരിക എന്നാണ് നമ്മളെല്ലാം തന്നെ ഇഷ്ടപ്പെടുന്നത്. ഫുട്ബോൾ പ്രേമികളും കായിക പ്രേമികളും. ഇപ്പൊ കായിക പിന്നെ നിരവധി കാര്യങ്ങൾ നിങ്ങളിവിടുന്ന് ഈ ഒരു സെമിനാറിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു. ഈ 5 വർഷത്തിനുള്ളിൽ, ഈ 4 വർഷത്തിനുള്ളിൽ നമ്മൾ നടപ്പിലാക്കിയ ബഹിഷ്കരണ പരിപാടി, അതിനു മുമ്പുള്ള 5 വർഷം നടപ്പിലാക്കിയുള്ള പദ്ധതി, ഇതെല്ലാം തന്നെ നമ്മൾ വിശദമായി ഇപ്പോൾ ഇവിടെ വിവരിച്ചു. വലിയ മാറ്റം അതിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. നിങ്ങൾ കമ്പനി സ്ലൈഡുകൾ കണ്ടു, വാർത്തകൾ കണ്ടു, ഇതിന് ബന്ധപ്പെട്ട ലീഫ്ലെറ്റുകൾ നമ്മൾ കണ്ടു. അപ്പോൾ നമ്മളെല്ലാം തന്നെ ആഗ്രഹിക്കുന്നത് ലോകത്തോടൊപ്പം കേരളത്തിലെ കായിക വകുപ്പ് സഞ്ചരിക്കണം. അപ്പോൾ മുൻകാലങ്ങളിലുള്ള പോലെ തന്നെ നമുക്കൊരു ആധിപത്യം കേരളത്തിനുണ്ട് കായിക മേഖലയ്ക്ക്. അത് തിരിച്ചു പിടിക്കണം. അപ്പോൾ എല്ലാ സംവിധാനങ്ങളും വരുന്ന കൂട്ടത്തിൽ തന്നെ ലോക മത്സരങ്ങളും നമുക്ക് വരണം. ഇപ്പോൾ ക്രിക്കറ്റിൽ നമ്മൾ നമുക്ക് വരുന്നുണ്ട്. ഫുട്ബോളിൽ ആ രീതിയിലേക്ക് നമ്മൾ മാറണം. ഇപ്പോൾ നമുക്ക് സത്യത്തിൽ ആ സ്റ്റേഡിയത്തിൽ അതിലെല്ലാ സൗകര്യം ഉണ്ടാവുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. അതിനാണ് 500-600 ആളുകൾ, 1000 വരെ തൊഴിലാളികൾ വെച്ച് വേഗത്തിൽ നടത്തി. സമയത്തിന് പൂർത്തിയില്ല. അവസാനം നമുക്ക് ഇപ്പോൾ ഫയറുമായി ബന്ധപ്പെട്ട ഒരു NOC, ഇലക്ട്രിക്കൽ ഡിവിഷൻ NOC, അവിടെ ഇപ്പോൾ GCDA വർക്ക് നടക്കുന്നുണ്ട്. അവിടെ കയറിയപ്പോഴാണ് അതിൻ്റെ ഒരു അപകടം മനസ്സിലായത്. അപ്പോൾ അത് ആ കേബിളുകൾ മുഴുവൻ റീപ്ലേസ് ചെയ്ത് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് അതിനൊരു അപ്രൂവൽ തരാൻ വൈകിയത്. പിന്നീട് വലിയ ചർച്ച ആയത് എന്താ, അവിടെ ഇരിക്കാൻ പറ്റില്ല. മുഴുവൻ ഭാരപരിശോധന നടത്തി. NIT പരിശോധിച്ചു, നമ്മുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റുകൾ 2 എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ചു. അവിടെ 55,000 ആളുകളെ നിർത്താൻ ഒരു പ്രയാസവും ഇല്ല എന്ന് സർട്ടിഫൈ ചെയ്തു, PWD സർട്ടിഫൈ ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മളിപ്പോൾ പൂർത്തീകരിച്ചു. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു തടസ്സവും ഇല്ല. അതിപ്പോൾ 2 കാര്യം, ഇപ്പോൾ അവരെയും നമ്മൾ പറയാൻ കഴിയില്ല. നമ്മളെ ഇതൊരു ഫിഫ വിൻഡോയിൽ വരുന്ന കളികൾക്ക് ഫിഫയുടെ പോയിന്റ്, അതിൽ മത്സരിച്ചാൽ അവർക്ക് 4 പോയിന്റ് ആ ടീമിന് ലഭിക്കും. അതാണ് ഇവരൊക്കെ പ്രശ്നം. ആ പോയിന്റ് ലഭിക്കണമെങ്കിൽ ആ സ്റ്റാൻഡേർഡിലെ സ്റ്റേഡിയത്തിലായിരിക്കണം അവർക്ക്. ഇന്ത്യയിൽ നമുക്ക് ഇപ്പോൾ അടുത്ത ആഴ്ചയോടുകൂടി നമ്മൾ സബ്മിറ്റ് ചെയ്തു. അടുത്ത ആഴ്ചയോടുകൂടി മാക്സിമം 15 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഫിഫ അംഗീകാരം നമ്മുടെ സ്റ്റേഡിയത്തിന് കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ്. നിങ്ങളെപ്പോലും തന്നെയാണ് എനിക്കും ഈ കാര്യത്തിലുള്ളത്. ഞാനും അതിൽ പ്രതീക്ഷിക്കുന്നത് നല്ല രീതിയിൽ തന്നെ ഇതിനുവേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് നോക്കൂ, ഞാൻ പറയാം, ഇതിന്റെ പേരിൽ ഒരു കുറ്റപ്പെടുത്തലുകളല്ല, അല്ലെങ്കിൽ ആരെങ്കിലും വാക്ക് പറഞ്ഞ് ചെയ്യാനല്ല, ഇത് നടക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് എനിക്കിതുമായി ബന്ധം. മെയിൽ വന്നത് സർക്കാരിനാണോ അതോ സ്പോൺസർക്കാണോ? മെയിൽ വന്നത് മിനിസ്റ്റർക്കാണോ? AFAയുടെ മെയിൽ സ്പോർട്സ് മിനിസ്റ്റർക്ക് വന്നതാണ് ഇപ്പൊ പറയുന്നത്. ഞാനത് പുറത്തുവിടാത്തത് എനിക്കിതുമായി ബന്ധപ്പെട്ട് AFAയുമായി ഒന്നുകൂടി ചർച്ച ചെയ്ത് ഈ ഡേറ്റ് ഉറപ്പിക്കേണ്ടത്. കാരണം കഴിഞ്ഞ 17 പറഞ്ഞു, അപ്പോഴേക്കും ഈ ഒരു അപ്രൂവലിന് വൈകി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്ന മെയിലിന്റെ അടിസ്ഥാനത്തിൽ അത് സംസാരിക്കേണ്ടതുണ്ട്. ആ ചർച്ച നടത്തിയതിനു ശേഷം ഇപ്പം നമ്മളല്ലല്ലോ ഇപ്പോൾ ഈ 17 ഡേറ്റ് ആരാ അനൗൺസ് ചെയ്തു? അർജന്റീനൻ ഫുട്ബോൾ ഫെഡറേഷൻ. നമ്മൾ വരുമെന്ന് പറഞ്ഞു. അർജന്റീനൻ ഫുട്ബോൾ ഫെഡറേഷൻ ആ ഒരു അനൗൺസ്മെന്റ് അവരുടെ സൈറ്റിലാണല്ലോ നടത്തിയത്. സാധാരണ അങ്ങനെയാണ് അതാണ് നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ സംയുക്തമായിട്ടുള്ള ഒരു ഡേറ്റ് അനൗൺസ്മെന്റ് ആണ് ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം ഇതിന്റെ എല്ലാ ഭാവവും ഏറ്റെടുക്കാൻ കഴിയില്ല. നമ്മളിതിൽ ശ്രമിച്ചതെന്താ, എങ്ങനെയെങ്കിലും കേരളത്തിലൊരു കളി അവർ കൊണ്ടുവരാം. ഇത്തരത്തിലൊരു കളി മുമ്പ് നടന്നിട്ടില്ല. ടീം അംഗങ്ങൾ വന്ന് കളിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സംയുക്തമായി അവര് ഒരു പ്രസ്താവന നടത്തണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നോക്കൂ, അത് തെറ്റായി. നോക്കൂ, ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, നമുക്ക് ഈ 17-നുള്ളിൽ ഫിഫ അംഗീകാരം ആ സ്റ്റേഡിയത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ എഞ്ചിനീയറിംഗ് വെച്ചിട്ട് നമുക്ക് തീർക്കാൻ കഴിയും. അവിടെ അപ്പൊ എന്ത് ചെയ്തു? അദ്ദേഹം പണം മുടക്കണം. തീർച്ചയായും സാധാരണഗതിയിൽ GCDയുടെ ചെയർമാൻ ഒരു കത്തയക്കും, ഞങ്ങളിവിടെ കളി നടത്താൻ തയ്യാറാണ്. അതിന് മറുപടി അയക്കേണ്ടത് വകുപ്പ് മന്ത്രിയാണ്, മുഖ്യമന്ത്രി കത്ത് എനിക്ക് പാസ് ചെയ്യുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു? അത് പ്രകാരം കത്തയക്കും. ആർക്ക്? GCD ചെയർമാൻ തയ്യാറാണ്, നമുക്ക് അവിടെ വെച്ച് കളി നടത്താം. അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം. ഞാൻ പറഞ്ഞു, ആദ്യം മന്ത്രിയല്ല കത്തയക്കണം. അതാണല്ലോ നിങ്ങൾ വാർത്തയ്ക്ക് കൊടുത്ത കാര്യം. അപ്പൊ അത് പ്രകാരം കത്തയക്കുന്നു. അതാണല്ലോ നിങ്ങൾ കൊടുത്ത ഒരു വാർത്ത. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അത് പ്രകാരം അവര്
അതിന് മറുപടി ഞാൻ അയച്ചു. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. കാരണം അങ്ങനെയാണ്, ഒരു ഫോർമൽ കാര്യങ്ങളാണ്. ഫോണിൽ പറയാൻ പറ്റില്ല, രേഖാമൂലം തന്നെ കൊടുത്തു. അത് കഴിഞ്ഞാണ് നമ്മൾ ഗ്രൗണ്ട് അർജന്റീനിയൻ ടീമിന്റെ പ്രതിനിധി വന്ന് പരിശോധിക്കുന്നത്. നിങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്താണല്ലോ. അവർ പറഞ്ഞു നല്ല ഫീൽഡാണ്, ഈ സീറ്റുകളും അത്യാവശ്യം കാര്യങ്ങളും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു മാസം അല്ലെ 15 ദിവസത്തിൽ നമ്മളിത് പൂർത്തീകരിക്കും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ കളിയുടെ SPV എന്നുള്ളത് കേരള സ്പോർട്സ് ഫൗണ്ടേഷനാണ്, ECD അല്ല. കേരള സ്പോർട്സ് ഫൗണ്ടേഷന്റെ ജോലി എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുക, സ്പോർട്സിന് മാത്രം. ഇന്ത്യയിൽ തന്നെ ഒരു സംസ്ഥാനത്തിന് സ്വന്തമായി ഒരു എഞ്ചിനീയറിംഗ് വകുപ്പ്, കായിക വകുപ്പിനുള്ള നമുക്ക് മാത്രമേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങൾ സംഘടിപ്പിക്കുക. സന്തോഷ് ട്രോഫി നമ്മൾ മഞ്ചേരിയിൽ സംഘടിപ്പിച്ചു. അതിന്റെ SPV കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ നടത്തിയ പോലെ തന്നെ ഇതിനും നമ്മൾ ഗ്രൗണ്ട് ഏറ്റുവാങ്ങി നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ ഇത് തീർക്കണ്ടേ. ഈ ഡേറ്റിനുള്ളിൽ 10 ദിവസം മുമ്പ് 30-ാം തീയതിക്കുള്ളിലെങ്കിലും ഇത് തീർക്കണമായി. പക്ഷെ നമ്മൾ ഇത്രയും അധികം ആളുകൾ സ്വാഭാവികമായി സ്പോൺസറോട് പറയും നിങ്ങൾ ഇപ്പോൾ ഇത് ചെയ്യണം. അദ്ദേഹം സംഭവിച്ചു. അതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. മുഖ്യമന്ത്രിയുടെ നടന്ന യോഗത്തിൽ മുഖ്യമന്ത്രി എന്നാണ് സ്പോൺസർ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട്. ഇനി അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ട മറ്റൊരു തർക്കം വരുന്നത് എന്താ, ഇതിന്റെ വിട്ടുകൊടുത്തു. അപ്പൊ അദ്ദേഹത്തിന് ആ പണം മുടക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് കളി നടത്തണമെങ്കിൽ അതൊരു ചെറിയൊരു ഇളവ് നമുക്ക് കൊടുക്കേണ്ടത്. അതേക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം അതാണ് ഇതിന്റെ സത്യാവസ്ഥ. നിങ്ങളിതിങ്ങനെ മറ്റൊരു രീതിയിൽ എടുക്കുമ്പോൾ നമ്മൾ എന്ത് പറയുന്നു, നിസ്സാരമായി നോക്കി നിൽക്കാനേ നമുക്കുള്ളൂ. അപ്പം ഇതിലുള്ള എഫേർട്ട് നമ്മളെടുത്ത ഇതിന്റെ ഇത്രയും എടുത്തൊരു എഫേർട്ടുണ്ട്, അത് നിങ്ങൾ ആദ്യം കാണും. ഇതിൽ മറ്റൊരു താല്പര്യവും ആർക്കുമില്ല. ഇപ്പൊ മെസ്സി വന്ന് കളിക്കുക എന്ന് എല്ലാവരുടെയും താല്പര്യമാണ്. അതിനെ കൂടെ നമ്മൾ നിന്നിട്ടുണ്ട്. അതേ ഈ ഒരു ഡേറ്റ് മാറി എന്നുള്ളത് കൊണ്ട് അതിന്റെ മൊത്തം ഉത്തരവാദിത്വം ഇതിന് തയ്യാറെടുത്തവരുടെ തലയിൽ വെച്ച് വരിക എന്നുള്ളത് ശരിയായിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടും നമുക്ക് കൊണ്ടുവരണം. ഞാനതിൽ ഉപയോഗിക്കുന്ന വാക്ക് നമുക്ക് എന്നാണ്. അതിന് നിങ്ങൾ കൂടെ നിൽക്കുക. എനിക്കതേ പറയാം. നമ്മുടെ ഈ സ്റ്റേഡിയം നവീകരണം ഒക്കെ പൂർത്തിയായാൽ FIFA സ്റ്റാൻഡേർഡ് ക്ലിയർ ചെയ്താൽ മാത്രമേ എന്തായാലും നമുക്ക് അനുമതി. അതായല്ലോ ഇപ്പോ അതായി. അപ്പം ഈ സ്റ്റേഡിയം നവീകരണത്തിന് വേണ്ടി എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് ഏതെങ്കിലും നോക്കൂ. ഇതിന്റെ അത് ഞാൻ പറഞ്ഞു. ഇത് ചെയ്യുന്നത് എന്താ, അവിടെ ചെയ്യേണ്ട അടിയന്തരമായ വർക്കുകൾ. ഇപ്പം GC ഇടേണ്ട ഒരു മെയിന്റനൻസ് വർക്ക് അവിടെ നിൽക്കുന്നു. പെയിന്റ് ഒക്കെ അടിക്കുന്ന അവരാ, കണ്ടില്ലേ? ഇതിനൊക്കെ പെയിന്റ് അടിച്ചു, പുറത്തൊക്കെ പെയിന്റ് അടിച്ചു. അപ്പൊ അത് ഒന്നും കൂടി നല്ല രീതിയിൽ കളർഫുള്ളാണ്. അവിടെ സീറ്റുകൾ മാറ്റണം. ഇതെല്ലാം തന്നെ ഒരു എഞ്ചിനീയറിംഗ് ഒരു യൂണിറ്റ് അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. GCDയുടെ എഞ്ചിനീയർമാരുണ്ട്, അതിൽ സ്പോർട്സ് ഫൗണ്ടേഷൻ എഞ്ചിനീയർമാരുണ്ട്. ഇത് സംയുക്തമായിട്ട് കായിക ഡയറക്ടർ അതിന്റെ തലപ്പത്തുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ സെക്രട്ടറി, അവരുടെ എല്ലാവരുമുള്ള ഒരു കമ്മിറ്റിയാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത്. ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അവർ എംബുക്കിൽ അത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിൽ മറ്റൊരു കാര്യമില്ല. നിങ്ങളിത് ഒരു ഗവൺമെന്റ് ഒരു കാര്യം ചെയ്യുമ്പോൾ ഇതൊന്നും ചെയ്യാതെ നമ്മൾ ചെയ്യും. അപ്പൊ കൃത്യമായി നോക്കൂ. ഞാനൊരു കാര്യം ഞാൻ ചോദിക്കും 15 ദിവസത്തിനുള്ളിൽ ഈ സാധനം തയ്യാറാക്കണം. നമ്മൾ എന്തുകൊണ്ടപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു? ഈ ഒരു വിൻഡോ പോയതുകൊണ്ടാണ്, ഈ സാധനം തയ്യാറാത്തതുകൊണ്ടാണ്. അതിന് എന്ത് വില കൊടുത്തും നമ്മൾ ചെയ്യിക്കാന്നാണ്. നമുക്ക് ഫയർ സാധനങ്ങൾ ഇപ്പൊ ശരിയായിട്ടു. ഇപ്പൊ ബാംഗ്ലൂരിൽ അപകടം നടന്നു, തമിഴ്നാട്ടിൽ അപകടം നടന്നു. ഇതൊക്കെ ഉള്ളപ്പോൾ നമുക്ക് കണ്ണടച്ചുകൊണ്ട് തന്നെ ഇതിനാണ്ട് കൊടുക്കാൻ കഴിയില്ല. നമുക്കിത് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറയുന്ന പോലെയല്ല. ഒരു അപകടം നടന്ന നിങ്ങൾ പറയാം, ആരാണ് പരിശോധിച്ചത് നിങ്ങൾ ചോദിച്ചാൽ മറുപടി വേണ്ടേ? ഇപ്പം അതിന് മറുപടി ഉണ്ട്. PWD പരിശോധിച്ചു, PWDയുടെ ഡിസൈൻ വിംഗ് പരിശോധിച്ചു, സ്പോർട്സ് എഞ്ചിനീയറിംഗ് വകുപ്പ് പരിശോധിച്ചു, പാലക്കാട് NIT പരിശോധിച്ചു. ഇതൊക്കെ നമുക്ക് ഇപ്പം ചെയ്തു കഴിഞ്ഞു. ഗ്രൗണ്ടിന്റെ ലൈറ്റുകൾ, ഒരു കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ വേണം ആ ലൈറ്റ് പിന്നെ കത്തി വരാം. ഒരു ഇന്റർനാഷണൽ മാച്ച് നടക്കുമ്പോൾ ഒരു കറണ്ട് പോയാൽ എങ്ങനെ ഉണ്ടാവും? പിന്നെ അത്രയും സമയം പോകും, അവർ ഗ്രൗണ്ടിൽ കയറിപ്പോവും. അപ്പോൾ അതിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. അവിടെ കേബിളുകൾ മാറ്റം വരുത്തേണ്ടതുണ്ട്. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി, ഒരു തീപിടുത്തം എന്തെങ്കിലും സംഭവം ഉണ്ടായി, അതിന് ഫയറിന്റെ കാര്യങ്ങൾ ശരിയാക്കണ്ടേ? അതാണ് ഇപ്പോൾ ശരിയാക്കിയിട്ടുള്ളത്. ഇവാക്യുവേറ്റ് ചെയ്യേണ്ട ഡോറുകൾ, എല്ലാ ഡോറുകളും അടഞ്ഞു കിടക്കുകയായിരുന്നു. 28 ഡോറുകൾ ഇപ്പൊ നമ്മുടെ ഇൻസ്പെക്ഷന്റെ ഭാഗമായി നമ്മൾ തുറന്നെല്ലാം ഇപ്പോൾ ശരിയാക്കിയത് അതിന്റെ ഭാഗമായിട്ടല്ലേ. എല്ലാ ഭാഗങ്ങളും അടിയന്തരമായിട്ടുള്ള ടോയ്ലറ്റ് സംവിധാനം മുഴുവൻ ഇപ്പോൾ നമ്മൾ പുതുക്കി പണിതില്ലേ. ഇപ്പൊ പിച്ച്, ആ ഫീൽഡ് നിങ്ങൾ കണ്ടില്ലേ? 1 കോടി രൂപയിൽ താഴെ വരും. ഇപ്പൊ 65 ലക്ഷത്തിലധികം ഇപ്പോൾ തന്നെ അതിന് ചെലവായി.
ആ പിച്ച് നല്ല രീതിയിൽ തന്നെ ചെയ്യേണ്ടത്. ഇപ്പൊ ഏഷ്യൻ കപ്പ് നടക്കുന്ന അതേ കമ്പനിയാണ് ഇപ്പൊ അവരാണ് അത് ചെയ്യുന്നത്, ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള അവരാണ് അത് ചെയ്യുന്നത്. അത് ചെയ്യണ്ടേ? നിങ്ങൾ ഇപ്പൊ അതിന്റെ ഫോട്ടോ പോയി എടുക്കും. ഇപ്പൊ അവിടെ വന്ന മാറ്റങ്ങൾ 35,000-ഓളം സീറ്റുകൾ നമ്മൾ മാറ്റിയില്ലേ. ഇതിനൊക്കെ സമയം പിടിക്കാനും ഇത് സമയബന്ധിതമായി നടപ്പിലാക്കാൻ വേണ്ട ചുറ്റുമതിൽ, ആ സെക്യൂരിറ്റി മതിൽ എത്ര ആളുകളായി പണിയെടുത്ത്? ഓരോ 10 മീറ്ററിനും ആളുകളെ വെച്ചല്ലേ അതിന്റെ പണി തീർത്ത്. ഇതൊക്കെ അവിടെ നടക്കും. ഇപ്പോൾ അവിടെ പാർക്കിംഗ് സൗകര്യം നിങ്ങൾ തന്നെ പോയി നോക്കുക എന്തായാലും സ്ഥിതി. ഇപ്പോൾ ടാറിങ് കല്ലിട്ട് അമർത്തി അവിടെ BMNBC നമ്മൾ ചെയ്യാൻ പോകും ഇത് വെച്ചിട്ട്. അപ്പം ഇതെല്ലാം തന്നെ തയ്യാറാക്കേണ്ടത്. ഇപ്പോൾ ഫിഫയുടെ ഒരു പരിശോധന വന്നാൽ നമുക്ക് വൺസ് നമ്മുടെ ആ സ്റ്റേഡിയം വന്ന് അവരുടെ ലിസ്റ്റിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ ഇത്തരത്തിലൊരു ആവശ്യമേ ഇല്ല, ഏത് സമയത്തും നമ്മൾ കിട്ടും. ഈ ഒരു സ്ഥാനം കൂടി നമ്മൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം നമ്മൾ ആത്മാർത്ഥമായി ശ്രമിക്കും. ഏകദേശം തുടക്കം എന്നുള്ളതിൽ 150 കോടി നമുക്ക് കിട്ടിയിരുന്നു. സ്ഥലം ഏകദേശം സിൻഡിക്കേറ്റ് പാസ്സാക്കി അതുകൂടി നമ്മൾ ചെയ്യാനുണ്ട്. ഇലക്ട്രിക്കൽ വർക്കിന് GCDA പണം മുടക്കുന്നില്ലേ? അപ്പൊ ഈ സ്പോൺസർക്ക് നോക്കൂ, നിങ്ങൾ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ. നിലവിലുള്ള ഹാലജൻ ലാമ്പ് അത് അവര് ലൈറ്റ് മുടക്കുകയല്ല, അത് നിലവിൽ അവര് പെയിന്റ് അടിച്ച് ഇതൊന്ന് അതിന്റെ എന്താ പറയാ അത്രയേ ഉള്ളൂ അവർ ചെയ്യുന്നത്. ആ ലൈറ്റ് അത് അവിടെ ഒന്ന് ഫോർകാസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ലൈറ്റ് പോരാ. അതില് പിന്നെ 3000-ൽ താഴെ ഏകദേശം 2250 എന്തോ ഒരു വോട്ട് വരുന്നുണ്ട്. പക്ഷെ അവിടെ ഹാലജൻ അവർ ലൈറ്റ് ഇട്ടാൽ കത്തണമെങ്കിൽ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ താമസമുണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും ഒരു വന്നു, കറണ്ട് പോയി, 1 മിനിറ്റിന് സ്റ്റക്കായിപ്പോയി, അപ്പോൾ തന്നെ ലൈറ്റ് ഇട്ടാൽ പിന്നെ ആ ലൈറ്റ് കത്തില്ല, കിട്ടണം പിന്നെ 3/4 മണിക്കൂർ കാത്തില്ല. അതുകൊണ്ടാണ് ആ ലൈറ്റ് മാറ്റണമെന്ന് അതിന്റെ കൺസൾട്ടന്റ് തന്നെ പറയുന്ന ആ ലൈറ്റ് മാറ്റണം. ഈ ഫോർകാസ്റ്റ് ചെയ്യുന്ന കമ്പനികൾ പറയുന്നു ആ ലൈറ്റ് വെച്ച് ഫോർകാസ്റ്റ് ചെയ്യാൻ കഴിയില്ല, ഇന്റർനാഷണൽ ഫോർകാസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് മാറ്റേണ്ടി വന്നത്. ആദ്യം മാറ്റണം നമ്മൾ വിചാരിച്ചതല്ല, അതും അദ്ദേഹത്തിന് വെച്ചു കൊടുത്തു, അദ്ദേഹം അത് ചെയ്യുന്നു. കരാറുണ്ടായിരുന്നോ സ്പോൺസർ? അതുകൊണ്ടാണ് ഈ കരാറിന്റെ കാര്യമായി പറയുന്നത്. നമ്മൾ ഒരു മുഖ്യമന്ത്രിയുടെ ഒരു മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം അറിയിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. നോക്കൂ, നിങ്ങൾ ഇതിൽ കാണേണ്ടത് നമുക്ക് ആ സ്റ്റേഡിയം തയ്യാറാക്കി എടുക്കലാണ്. അതിൽ ഒരു സർക്കാരിന്റെ ഒരു മുതലും ഒരു സ്പോൺസർക്കും നമ്മൾ കൊടുക്കാൻ പോകുന്നത് അത് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. അതിൽ ആർക്കും ഒരു അവകാശവും ഇല്ല. അത് GCDയുടെ സ്റ്റേഡിയമാണ്, അവിടെ തന്നെ ഉണ്ടാവും. അത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള ഒരു ധാരണയും ഒരു വാർത്തയും നമ്മൾ ഇപ്പോൾ എഴുതേണ്ടതില്ല. ഇനി കൂടുതൽ അങ്ങനെ കരാറിലെത്തും എന്തെങ്കിലും കാര്യങ്ങൾ അത് നോക്കൂ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അത് നമുക്ക് പിന്നീട് പറയാം. ആവട്ടെ, അതിന്റെ എന്റെ മനസ്സിൽ ഇപ്പോഴുള്ള കാര്യം, എന്റെ ലക്ഷ്യം എന്നുള്ളത് അതിന്റെ ഒരു FIFA അംഗീകാരം വാങ്ങിയെടുക്കുക എന്നുള്ളത്. ബാക്കിയുള്ള പിന്നെ 15 ദിവസം കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഒരു കൺസൾട്ടിംഗ് കമ്പനിക്ക് ഇപ്പൊ നമ്മൾ അവരാണല്ലോ ചെയ്യുക, ഏജൻസിയാണ്, നേരിട്ട് എടുക്കില്ല, അവര് വന്ന് പരിശോധിക്കലാണ്. ഇപ്പം മറ്റവര് വന്നത് നല്ല സ്റ്റേഡിയമാണ്, അവർ ചെയ്യാമെന്ന് പറഞ്ഞ പോലെ തന്നെയാണത്. അപ്പൊ അത് നടക്കട്ടെ.